പരിശുദ്ധാത്മകൃപയാൽ നയിക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോകുകയാണ്, എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങളാരും എന്നോട് ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം ചില സമയങ്ങളിൽ നമ്മിൽ നിന്നും അകന്നിരിക്കുന്നത്? വേർപിരിയലും ബന്ധനഷ്ടവും പലപ്പോഴും സങ്കടത്തിലേക്കും വേദനയിലേക്കും നയിക്കുന്നു. യേശു തൻ്റെ ആസന്നമായ വേർപാടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ദുഃഖത്താൽ നിറഞ്ഞു. യേശു പറഞ്ഞു, അവർക്കു വേണ്ടിയും സർവർക്കും വേണ്ടിയാണ് താൻ അവരെ ഉപേക്ഷിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടത് എന്ന്. എന്നിരുന്നാലും അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ലെന്ന് യേശു വാഗ്ദാനം ചെയ്തു. യേശുനാഥൻ തൻ്റെ സ്ഥാനത്ത് അവർക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ, പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-39 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ തൻ്റെ അനുയായികളിലേക്ക് അയച്ചുകൊണ്ട് കർത്താവായ യേശു തൻ്റെ സാന്നിധ്യം പുതിയതും തുടരുന്നതുമായ രീതിയിൽ നമ്മെ അറിയിക്കുന്നു. നാം അനാഥരായി അവശേഷിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് കൊരിന്തോസുകാർക്കെതിരെ 2-ാം ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യവും 6-ാം അധ്യായവും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമതായി, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. നാമെല്ലാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് ആന്തരികവും അചഞ്ചലവുമായ ബോധ്യം ആത്മാവ് നൽകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയും നല്ലതുമാണ്. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കുക മാത്രമല്ല, അന്യായമായി പെരുമാറിയ നിരപരാധികളെ ന്യായീകരിക്കുകയും അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. നീതിയും നന്മയും ചെയ്യുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു. നാം അവൻ്റെ ന്യായവിധികൾ ശ്രദ്ധിക്കുമ്പോൾ യഥാർത്ഥ സമാധാനവും സന്തോഷവും ദൈവവുമായുള്ള അനുരഞ്ജനവും നാം കണ്ടെത്തുന്നു. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനും ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ നിങ്ങളെ ജ്വലിപ്പിക്കാനും പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി വാഴാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? അവിശ്വാസത്തെയും പാപത്തെയും കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി നമ്മെ താഴ്മയോടെ കുരിശിൻ്റെ കാൽക്കൽ കൊണ്ടുവന്നുകൊണ്ടാണ് അവൻ ഇത് ആദ്യം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും കുറിച്ചും അവൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ദൈവത്തിൽ നാം പൂർണ്ണമായും ആശ്രയിക്കുന്നതിനെക്കുറിച്ചും ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ അവിശ്വാസത്തിൻ്റെയും പാപകരമായ വഴികളുടെയും തെറ്റിൽ നിന്ന് നമ്മെ നയിക്കാനും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴി കാണിച്ചു തരാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. യേശുവിനെ ദൈവദൂഷകനും വ്യാജ മിശിഹ എന്നും വിധിച്ച യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചപ്പോൾ പാപം ചെയ്യുന്നതിനേക്കാൾ ദൈവത്തെ സേവിക്കുകയാണെന്ന് കരുതി. പിന്നീട് പെന്തക്കോസ്ത നാളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ പലരും അവരുടെ ഹൃദയത്തിൽ കുത്തുകയും അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. യേശുവിനെക്കുറിച്ചുള്ള അവരുടെ മനസ്സ് മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചത് കർത്താവായ യേശുനാഥൻ തൻ്റെ കടന്നു പോകലിൽ വേദനിക്കുന്നുണ്ട്. കർത്താവ് തിന്മയുടെ അതികായതയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുമ്പോൾ മാനുഷിക ഭാവത്തിൽ നിന്നുകൊണ്ട്, സ്നേഹത്തിൻ്റെയും വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? എങ്കിലും ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയില്ല എന്നൊക്കെ പറഞ്ഞ് കർത്താവായ യേശുനാഥൻ തൻ്റെ സഹനത്തെ അതിജീവിക്കുവാൻ മാനുഷിക വൈകാര്യ തലങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു രഹസ്യത്തെ
നമുക്ക് മാനുഷിക ബന്ധങ്ങളിൽ പരസ്പരമുള്ള പങ്കുവയ്ക്കലിലൂടെ ക്ഷമ ആർജിക്കുവാനും പങ്കുവെച്ചു കൊടുക്കുവാനും ആകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.